Hello everyone. In the last video, we discussed about issue of debentures from the redemption point of view, and we also discussed about the accounting treatment for the same. In this particular video, we are going to have a small look on some of the simple problems by way of which we can easily understand the journalization of issue of debentures from redemption point of view. Here is our question. Journalize the following transactions at the time of issue and redemption of debentures. A. A debenture issued at rupees 95, repayable at rupees 100. B. A debenture issued at 95, repayable at 105. C. A debenture issued at rupees 100, repayable at rupees 105. D. A debenture issued at rupees 105, repayable at rupees 100. E. A debenture issued at rupees 102 and repayable at rupees 105. The face value of each debentures is 100. നമ്മൾ ഡിസ്കസ് ചെയ്ത 6 കേസുകളിൽ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള 6 സിറ്റുവേഷൻസിൽ ഏതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഇവിടെ അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് ഓരോ സബ് ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്തുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. ലെറ്റ്സ് ജേർണലൈസ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 95 റുപ്പീസിനും റീപേയബിൾ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റിഡംഷൻ പ്രൈസ് വെച്ചിട്ടുള്ളത് 100 റുപ്പീസുമാണ്. അതായത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 100 രൂപയാണ് ഫേസ് വാല്യൂ എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചർ 95 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇഷ്യൂ ഹാസ് ബീൻ മെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട്. റിഡംഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഫേസ് വാല്യൂ ആയ 100 റുപ്പീസിൽ തന്നെയാണ്. സോ ദിസ് ഇസ് എ കേസ് വെൻ ദ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റീപേയബിൾ അറ്റ് പാർ വാല്യൂ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്നാമത്തെ കേസാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് വെൻ ദ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ബട്ട് റീപേയബിൾ അറ്റ് പാർ വാല്യൂ. അപ്പോൾ നമ്മൾ ആ ജേർണൽ എൻട്രീസ് ഒന്ന് നമുക്ക് ഓർത്ത് നോക്കാം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്കൗണ്ട് എത്ര രൂപയ്ക്കാണോ കൊടുക്കുന്നത് അത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മോഡലിൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ജേർണലൈസേഷൻ ചെയ്യാം. On issue of debentures, how the journal entry will be appearing? Bank account debtor, discount on issue of debentures account debtor to debentures account. Redemption സമയത്ത് എങ്ങനെയായിരിക്കും journal entry? Debentures account debtor to bank account. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് എങ്ങനെയാണ് ഈ ജേർണലൈസേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഡിസ്കൗണ്ട് വന്നിട്ടുള്ള എമൗണ്ട് ആണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിലേക്ക് ഡെബിറ്റ് ചെയ്ത് കാണിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചർ 95-ന് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ് 5 റുപ്പീസ് വിൽ ബി ദ ഡിസ്കൗണ്ട് പ്രൈസ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. സോ വെൻ ദ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഹാസ് ബീൻ മെയ്ഡ് അറ്റ് 95, ദ ജേർണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 95, discount on issue of debentures account debtor 5 rupees to debentures account 100 rupees. Narration is that being the debentures of 100 rupees each face value has been issued at a discount of 5 rupees, that is at 95 rupees. പാർ വാല്യൂയിലാണ് റിഡംഷൻ നടന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഫേസ് വാല്യൂ എമൗണ്ടിൽ തന്നെ നമുക്ക് റിഡംഷൻ്റെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. സോ ദ ജേർണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഇസ് ദാറ്റ് ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 100 rupees to bank account 100 rupees, being the amount paid on redemption of debenture at par value. The second sub-question is that a debenture issued at rupees 95 and repayable at rupees 105. That means 100 rupees face value ഉള്ള ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 5 രൂപ ഡിസ്കൗണ്ടിലാണ് 95 റുപ്പീസിനാണ്. റിഡംഷൻ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 105 ആണ്, വിച്ച് ഈസ് പ്രൈസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ. 5 രൂപ 100 റുപ്പീസിനേക്കാളും 5 രൂപ കൂട്ടിയിട്ടിട്ടാണ് റിഡംഷൻ്റെ സമയത്ത് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് റിഡംഷൻ ഹാസ് ബീൻ മെയ്ഡ് അറ്റ് എ പ്രീമിയം പ്രൈസ്.
അപ്പോൾ നമ്മൾ റിഡംഷൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ 5ാമത്തെ കേസാണ് ഈ 2ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് വെൻ ദ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഹാസ് ബീൻ മെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് റീപെയ്ഡ് അറ്റ് എ പ്രീമിയം പ്രൈസ്. ഇതിൻ്റെ ജേണൽ എൻട്രീസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഡിസ്കൗണ്ടിലാണ്, അതുപോലെ റിഡംഷൻ നടക്കുന്നത് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ 2 കേസിലും നമുക്ക് വന്നിട്ടുള്ള നഷ്ടം എത്രയാണ്, കമ്പനിക്ക് ഫേസ് ചെയ്യുന്ന നഷ്ടം എത്രയാണ്, ദാറ്റ് ലോസ് ഫിഗർ, ദാറ്റ് ഈസ് ദ സം total of the loss figure of discount and premium on redemption will be debited to loss on issue of debentures account. എത്രയാണോ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തപ്പോഴും പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്തപ്പോഴും ആ 2 വകുപ്പിലും കമ്പനിയിലേക്ക് എത്ര എമൗണ്ട് ആണോ ടോട്ടൽ ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് ആ എമൗണ്ട് ആണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ആ ജേണൽ എൻട്രീസ് ഒന്ന് ഓർത്ത് നോക്കാം. On issue of debentures, the entry will be bank account debtor, loan on issue of debentures account debtor, to debentures account, to premium on redemption of debentures account. റിഡീം ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ആൻഡ് ഈ ഒരു സംഭവം പ്രീമിയം എന്ന് പറയുന്നൊരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. 2 രീതിയിലുള്ള പ്രീമിയമാണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന്, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയം പ്രൈസിനാണെങ്കിൽ, രണ്ടാമത്തത് ഡിബെഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയം പ്രൈസിനാണെങ്കിൽ. ഈ 2 സിറ്റുവേഷനും യൂസ് ചെയ്യുന്ന പ്രീമിയം അക്കൗണ്ട്സ് രണ്ടും 2ആണ്. ഒത്തിരി ആളുകൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ പറഞ്ഞു തരുന്നത്. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടോ ഇല്ലെങ്കിൽ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടോ ആണ് യൂസ് ചെയ്യുക. ഓർ അതർവൈസ് വി ക്യാൻ സേ ഡിബെഞ്ചർ പ്രീമിയം അക്കൗണ്ട്. പക്ഷേ റിഡീം ചെയ്യുന്ന സമയത്താണ് പ്രീമിയത്തിന് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദ അക്കൗണ്ട് വിൽ ബി premium on redemption of debentures account. So both are totally different accounts. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ നോട്ട് ചെയ്യേണ്ടതാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അഥവാ പ്രീമിയം ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അഥവാ ഡിബെഞ്ചർ പ്രീമിയം അക്കൗണ്ട്, ഇതെല്ലാതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിബെഞ്ചേഴ്സ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. ആൻഡ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിഡംഷൻ പ്രീമിയം പ്രൈസിനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇവിടെ അപ്പോൾ 95 റുപ്പീസിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 105 റുപ്പീസിനാണ് റിഡീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ലോസും കൂടിയാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തപ്പോൾ 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചർ 95 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ ഒരു 5 റുപ്പീസ് ലോസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് റിഡീം ചെയ്തിട്ടുള്ളത് 5 റുപ്പീസ് പ്രീമിയത്തിനാണ്. ദാറ്റ് സിംപ്ലി മീൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമ്പനിയിലേക്ക് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത് 100 റുപ്പീസ് റിസീവ് ചെയ്യേണ്ട സ്ഥാനത്ത് ഡിസ്കൗണ്ട് കഴിച്ച് 95 റുപ്പീസ് പെർ ഡിബെഞ്ചർ ആയിട്ടാണ് റിസീവ് ചെയ്തിട്ടുള്ളൂ. തിരിച്ച് പേ ഓഫ് ചെയ്യുന്ന സമയത്തോ 105 റുപ്പീസ് പെർ ഡിബെഞ്ചർ ആയിട്ട് കമ്പനി അങ്ങോട്ട് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ പേ ഓഫ് ചെയ്യേണ്ടി വരുവാണ്. അപ്പോൾ ആ 5 രൂപ ഡിസ്കൗണ്ട് ഇഷ്യൂവിൻ്റെ സമയത്തുള്ളതും റിഡംഷൻ്റെ സമയത്ത് പ്രീമിയം തുക വഴി കൊടുക്കേണ്ടി വന്ന അധികമായിട്ടുള്ള ഒരു 5 രൂപയും. So this 5 discount and 5 premium altogether the company faced a loss of ₹10. ഈ 10 രൂപയാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. So let's see the accounting treatment. On issue of debentures, the journal entry is bank account debtor 95, loss on issue of debentures account ₹10, that is 5 discount plus 5 premium on redemption ₹10, to debentures account 100, to premium on redemption of debentures account 5. Being the debentures are issued at 5% discount and repayable at 5% premium or 5 rupees premium. Now the journal entry on redemption of debentures is that debenture account debtor 100, premium on redemption of debentures account 5, to bank account
105, being the amount paid on redemption of debentures at a premium. Third sub-question is that a debenture issued at rupees 100 repayable at rupees 105. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പാർ വാല്യൂലാണ്, റിഡംഷൻ നടത്തിയിട്ടുള്ളത് പ്രീമിയം പ്രൈസിനാണ്. 5 രൂപ ഫേസ് വാല്യൂവിനേക്കാൾ കൂട്ടിയിട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ റിഡംഷൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ 4ാമത്തെ കേസാണത്. ദാറ്റ് ഈസ് വെൻ ദ ഇഷ്യൂ ഹാസ് ബീൻ മെയ്ഡ് അറ്റ് പാർ വാല്യൂ ആൻഡ് റീപേയ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് അറ്റ് എ പ്രീമിയം പ്രൈസ്. ജേണൽ എൻട്രി നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ദ ജേണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇവിടെ എത്ര രൂപയാണോ കമ്പനിക്ക് ലോസ് വന്നിട്ടുള്ളത്, പാർ വാല്യൂവിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, പക്ഷേ കമ്പനി തിരിച്ച് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് പ്രീമിയം പ്രൈസിനാണ് പേ ഓഫ് ചെയ്യുന്നത്. സോ ആ പ്രീമിയം പ്രൈസ് എത്രയാണെങ്കിലും അത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആയിരിക്കും. ദാറ്റ് ലോസ് ഫിഗർ വിൽ ബി ഡെബിറ്റഡ് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എത്ര രൂപയാണോ പ്രീമിയം നമ്മൾ കൊടുക്കുന്നത്, ദ സെയിം എമൗണ്ട് വിൽ ബി credited to the premium on redemption of debentures account. And the journal entry at the time of redemption is that debenture account debtor, premium on redemption of debentures account debtor to bank account. Now let's get back to the question. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 100 rupees ഫേസ് വാല്യൂ പ്രൈസിൽ തന്നെയാണ്. പക്ഷേ റിഡംഷൻ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 5 രൂപ കൂട്ടിയിട്ട് പ്രീമിയം പ്രൈസ് 105 രൂപയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് സിംപ്ലി മീൻസ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയിലേക്ക് റിസീവ് ചെയ്തിട്ടുള്ളത് 100 rupees വെച്ചിട്ടും കമ്പനി തിരിച്ച് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് 105 രൂപയ്ക്കാണ് അവർ പേ ഓഫ് ചെയ്യുന്നത്. 100 രൂപ ആപ്ലിക്കേഷൻ മണി റിഡീം ചെയ്യുന്നത് 105 രൂപയ്ക്ക്. അപ്പോൾ ആ ഒരു 5 രൂപ ലോസാണ്. ഈ 5 രൂപയാണ് നമുക്ക് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ജേണൽ എൻട്രി. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ദ ജേണൽ എൻട്രി ഇസ് bank account debtor 100 rupees, that is the face value itself. Loss on issue of debentures account debtor 5 rupees, that is premium വഴി നമുക്ക് വന്നിട്ടുള്ള premium redemption വഴി നമുക്ക് വന്നിട്ടുള്ള loss. To debentures account 100, to premium on redemption of debentures account 5 rupees. Narration is that being the debentures have been issued at par value, repayable at a premium of rupees 5 or 5%. Journal entry at the time of redemption is that debenture account debtor 100 rupees, premium on redemption of debentures account debtor 5 rupees, to bank account 105 rupees, being the amount paid on redemption of debentures. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് rupees 105 റീപേയബിൾ അറ്റ് rupees 100. അപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 5 രൂപ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ടാണ് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. റിഡംഷൻ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പാർ വാല്യൂവിലാണ്. 100 rupees ഫേസ് വാല്യൂവിൽ തന്നെയാണ് റിഡംഷൻ എമൗണ്ട് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് എ കേസ് ഓഫ് വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റീപേയബിൾ അറ്റ് പാർ വാല്യൂ. നമ്മൾ റിഡംഷൻ്റെ കേസിൽ രണ്ടാമത്തെ സിറ്റുവേഷനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന അതേ കേസാണ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയം എമൗണ്ടിനായതുകൊണ്ട് തന്നെ ആ പ്രീമിയം ഈക്വലൻറ്റ് പ്രൈസ് വിൽ ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. നമുക്ക് ആ ജേണൽ എൻട്രീസ് ഒന്ന് റീകോൾ ചെയ്യാം. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് premium account, or we can say to premium on issue of debentures account, or simply debenture premium account. Then at the time of redemption the journal entry is debentures account debtor to bank account. Now let's get back to the question and let's see how the journalization will be applied regarding this particular question statement. That is, when the debentures are issued at 105 repayable at rupees 100. നമ്മുടെ ക്വസ്റ്റ്യനിലും പ്രീമിയം എമൗണ്ട് വന്നിട്ടുള്ളത് 5 rupees ആണ്. അപ്പോൾ ഈ 5 rupees ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്.
So the journal entry at the time of issue of debentures is that bank account debtor 105 to debentures account 100 rupees to securities premium account 5 rupees, being the debentures issued at a premium of 5 rupees redeemed at par value. Journal entry at the time of redemption is that debenture account debtor 100 to bank account 100, being the debentures are redeemed. ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂവിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 100 rupees നമുക്ക് പോസ്റ്റ് ചെയ്ത് കാണിക്കാം. ഡിബെഞ്ചർ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിട്ടുള്ളതും റിഡീം ചെയ്യുന്നതും രണ്ടും പ്രീമിയം പ്രൈസുകൾ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ വിച്ച് ഷുഡ് ഗിവ് അറ്റ്മോസ്റ്റ് കെയർ. സോ നമ്മുടെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ₹102, repayable at ₹105. So both the issue and redemption has been made at premium. 100 rupees ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ₹2 കൂട്ടിയിട്ടിട്ട് ₹2 പ്രീമിയത്തിന് 102 rupeesനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റിഡംഷൻ്റെ സമയത്ത് ₹5 കൂട്ടിയിട്ടിട്ട് 5 rupees പ്രീമിയം ഫിക്സ് ചെയ്തിട്ട് 105 rupeesനാണ് റിഡംഷൻ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് എ ക്ലീൻ കട്ട് കേസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ 6ാമത്തെ സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. വെൻ ദ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റീപേയബിൾ അറ്റ് പ്രീമിയം. ഈ ഒരു സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഹാവ് ടു മേക്ക് എ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് വിച്ച് പ്രീമിയം ഇസ് ഹയർ ആൻഡ് വിച്ച് വൺ ഇസ് ലോവർ. അതായത് ഇഷ്യൂ ചെയ്ത സമയത്തുള്ള പ്രീമിയവും റിഡംഷൻ പ്രൈസിൻ്റെ സമയത്ത് വരുന്ന പ്രീമിയം എമൗണ്ടും അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണോ കൂടുതൽ വരുന്നത്, ഏതാണോ കമ്പനിക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നത്, ലാഭമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്നത്, ആ രീതിയിലായിരിക്കും നമുക്ക് നമ്മുടെ ജേണൽ എൻട്രീസ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ റിഡംഷൻ പ്രൈസിൻ്റെ പ്രീമിയം ഇഷ്യൂ പ്രീമിയത്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ the company is actually facing a loss, and that loss figure will be debited to loss on issue of debentures account. അതേപോലെ തന്നെ ഇഷ്യൂവിൻ്റെ സമയത്തുള്ള പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് റിഡംഷൻ പ്രീമിയത്തിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ കമ്പനി ആൻഡ് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ലൈക്ക് എ പ്രോഫിറ്റ്. സോ ദാറ്റ് എമൗണ്ട് വിൽ ബി credited towards capital reserve account. This is what we have been discussed when we talked about the redemption point of view accounting treatments. Just recall the journal entry we studied in the 6th case of issue of debentures from redemption point of view. That is when the debentures are issued at premium and also repayable at premium. At the time of debenture, the journal entry is bank account debtor, loss on issue of debentures account debtor, that is to charge premium on redemption less premium on issue to debentures account, to premium on redemption of debentures account, to capital reserve account only if the premium on issue is more than the premium on redemption. And the journal entry at the time of redemption of debentures is that debentures account debtor, premium on redemption of debentures account debtor to bank account. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ജേർണലൈസേഷൻ ചെയ്യുന്നത്, ഏത് എമൗണ്ട് എങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 102 രൂപയ്ക്കും റിഡംഷൻ വന്നിട്ടുള്ളത് 105 രൂപയ്ക്കുമാണ്. ദാറ്റ് മീൻസ് പ്രീമിയം ഓൺ റിഡംഷൻ ഇസ് മോർ ദാൻ ദ പ്രീമിയം ഓൺ ഇഷ്യൂ. അതായത് കമ്പനി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത് 102 രൂപ പെർ ഡിബെഞ്ചർ എന്നുള്ള കണക്കിലാണ്. തിരിച്ച് കമ്പനി പേ ഓഫ് ചെയ്യുന്ന സമയത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ എമൗണ്ടിനാണ് പേ ഓഫ് ചെയ്യുന്നത്, 105 രൂപയ്ക്കാണ് പേ ഓഫ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും ദർ ഇസ് എ ലോസ്. 2 രൂപ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു, കാശ് കമ്പനിയിലേക്ക് കിട്ടി, പേ ഓഫ് ചെയ്യുന്നത് 5 രൂപയ്ക്കാണ്. സോ ദാറ്റ് ഡിഫറൻസ് പ്രീമിയം ഓൺ ഇഷ്യൂ 102, അതിൽ 2 rupees ആണ് പ്രീമിയം. പ്രീമിയം ഓൺ റിഡംഷൻ
പ്രൈസ് എന്ന് പറയുന്നത് 105 ആണ്, പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് 5 rupees ആയിരിക്കും. സോ ദാറ്റ് ഡിഫറൻസ് 2 rupees premium on issue and 5 rupees premium on redemption. The difference is 3 rupees. ഈ 3 രൂപ എന്ന് പറയുന്നത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. ഈ ലോസ് ഫിഗർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. So let's see how the journal entry will look like. At the time of issue of debentures, the journal entry is bank account debtor 102 rupees, loss on issue of debentures account debtor 3 rupees, that is premium on redemption 5 rupees minus premium on issue 2 rupees. To debenture account 100 rupees, to premium on redemption of debenture account 5 rupees. Being the debentures issued at a premium of 2, repayable at a premium of 5. ഇഷ്യൂ ചെയ്യുന്നത് 102 രൂപയ്ക്കാണ്. സോ ആ ആപ്ലിക്കേഷൻ മണിയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുള്ള 102 rupees എന്ന് പറയുന്നത്. ലോസ് ഓൺ ഇഷ്യൂ 5 രൂപ റിഡംഷൻ പ്രീമിയം മൈനസ് 5 രൂപ ഇഷ്യൂ പ്രീമിയം, ആ 3 രൂപയാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫേസ് വാല്യൂ ആണ് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് 100 rupees ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. റിഡംഷൻ നടത്തിയിട്ടുള്ളത് 5 രൂപയ്ക്കാണ്. 5 രൂപയാണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ജേർണൽ എൻട്രി ഇസ് ദാറ്റ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 100, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 5 to bank account 105, being the debentures have redeemed at a premium of 105 rupees. സോ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്നും ഓരോ സിറ്റുവേഷൻസിൻ്റെ ബേസിസിൽ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുക, അതിലേക്ക് എമൗണ്ട്സ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, ആ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. Thank you so much for listening.